ഇത് ഓണാക്കി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഫസ്റ്റ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പേര് അമൃത. ഞാൻ ഒരു BSc നഴ്സിംഗ് ഇൻറ്റേൺ ആണ്. സോ ഞാൻ പഠിക്കുന്നത് മാർ ബസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഓൺ വോയിസ് വീഡിയോ ഇടാൻ ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ചില റിലേറ്റബിൾ തിങ്സൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയത്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോയിൽ വളരെയധികം കമൻസും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജസും വന്നു കോളേജിനെ പറ്റി ചോദിച്ചുകൊണ്ട്, കോളേജിനെ പറ്റി നഴ്സിങ്ങിനെ പറ്റി ചോദിച്ചുകൊണ്ട്. സോ ഐ തോട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്. അത് കുറച്ചധികം നിങ്ങൾക്ക് നീഡ്ഫുൾ ആയിരിക്കും ഈ ടൈമിൽ. കാരണം +2 പാസ്സായിട്ട് എല്ലാവരും ഇങ്ങനെ അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ നോക്കുന്ന ടൈമല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ വീഡിയോയ്ക്ക് കുറേയധികം മിസ്റ്റേക്കുകൾ കാണും. ഒന്നാമത് എനിക്ക് നല്ല ജലദോഷമാണ്. ഇപ്പം ഞാൻ ഒന്ന് തല പൊങ്ങിയതേ ഉള്ളൂ. ദെൻ ഇവിടെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ കാണും. എൻ്റെ മൈക്കൊന്നും ഇല്ല. അങ്ങനെ കുറച്ചധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. എന്നാലും കുറേയധികം ചോദിച്ച ആൾക്കാർക്ക് ഒരു ആൻസറായിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഞാനിവിടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഓരോന്നായിട്ടായിരിക്കും ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്ത് തീർക്കേണ്ടത്, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. സോ വീഡിയോ കാണാമേ. ഫസ്റ്റ് എന്നോട് ചോദിച്ചത് നഴ്സിംഗ് എങ്ങനെയുള്ള കോഴ്സാണെന്ന്. സത്യം പറഞ്ഞാൽ നഴ്സിംഗ് നല്ലതായിട്ട് പഠിക്കാനും അതുപോലെ ഭയങ്കര ഹാർഡ് വർക്ക് വേണ്ട ഒരു കോഴ്സാണ്. സോ ഇഷ്ടമില്ലാത്ത ഒരാൾ നഴ്സിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വരും. ബട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മുടെ ഹാർഡ് വർക്കൊക്കെ ഇടാനൊരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നഴ്സിംഗ് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറയുന്നത് പോലെ ഈ കാണുന്ന റീൽസും വീഡിയോസൊക്കെ പോലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മേഖലയിലോട്ടല്ല നമ്മൾ കിടക്കുന്നത്. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നഴ്സിംഗ് എടുക്കുമ്പം എല്ലാവരും നന്നായിട്ട് ചിന്തിച്ച്, അതായത് നിങ്ങളെ കൊണ്ട് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നഴ്സിംഗ് ചൂസ് ചെയ്യാം. കുറേ പേര് ചോദിച്ചേക്കുന്നത് എൻ്റെ കോളേജിനെ പറ്റിയിട്ടാണ്. സോ ഞാൻ പഠിക്കുന്നത് മാർ ബസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലം, അവിടെയാണ്. ദെൻ ഇവിടുത്തെ അഡ്മിഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LBS ത്രൂ മെറിറ്റായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റും പിന്നെ NRI സീറ്റ് അങ്ങനെയുണ്ട്. മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പം നമ്മൾ LBSൻ്റെ എല്ലാ അലോട്ട്മെൻറ്റ്സും കഴിഞ്ഞിട്ടായിരിക്കും മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആവുന്നത്. അത് നമ്മുടെ MBCൻ്റെ സൈറ്റിൽ തന്നെ അതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആകും. ദെൻ ഇവിടെ LBSൽ കിട്ടുന്ന സാധാരണ നമ്മൾ അലോട്ട്മെൻറ്റ് വെച്ച് കോളേജിൻ്റെ ലിസ്റ്റ് വിളിക്കുന്ന പോലെ ആയിരിക്കും. പിന്നെ LBSൻ്റെ മാനേജ്മെൻറ്റ് ഫീ സ്ട്രക്ചർ സെയിം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെയൊക്കെ അത് സെയിം ആയിട്ടാണ്. പിന്നെ NRI കോട്ട വരുമ്പോഴാണ് ഫീസിന് എക്സ്ട്രാ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നത്. ക്യാമ്പസിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഓർക്കണം, നഴ്സിംഗ് കോളേജിലെ എല്ലാ ക്യാമ്പസുകളും അത്രയ്ക്ക് വലിയ, അതായത് ആർട്സ് കോളേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്യാമ്പസുകളായിരിക്കത്തില്ല. നിങ്ങൾ ആ ഒരു മൈൻഡിൽ വരരുത്. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാനും വിചാരിച്ചത് നഴ്സിംഗ് കോളേജിലും ആർട്സ് കോളേജിലൊക്കെ ക്യാമ്പസ് സെയിമാണെന്നാണ്. ബട്ട് പിന്നാണ് എനിക്ക് മനസ്സിലായത് നഴ്സിംഗ് കോളേജിൻ്റെ ക്യാമ്പസും ആർട്സ് കോളേജിൻ്റെ ക്യാമ്പസും എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്ന്. ബട്ട് കമ്പയർ ടു അതർ കോളേജസ് നമ്മുടെ കോളേജിന് നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറുള്ളൊരു ക്യാമ്പസ് ഉണ്ട്. ഒരു ഹോംലി ഫീൽ കിട്ടുകയും ചെയ്യും. എന്നാൽ കോളേജിൻ്റെ ആയ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും മീറ്റ് ചെയ്യുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്യാമ്പസാണ്. കുറേ പേരെന്നോട് GNM ഉണ്ടോ എന്ന് ചോദിച്ചു. ബട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ GNM ഉണ്ട്, ബട്ട് അതിൻ്റെ അഡ്മിഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കോളേജ് സ്ട്രിക്റ്റ് ആണോ, നഴ്സിംഗ് ടഫാണോ, അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നഴ്സിംഗ് ഭയങ്കര പാടാണ്. കോളേജ് സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോകരിക്കുലർ എല്ലാം മാറ്റി വെച്ച് നമുക്ക് അൾട്ടിമേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷനാണ്. സോ നമ്മൾ എഡ്യൂക്കേഷൻ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യത്തിൽ കുറച്ച് സ്ട്രിക്ട്നെസ് ഉണ്ടാകുന്നത് അത്യാവശ്യമാണ്. സോ അതുപോലെ തന്നെ ഈ കോളേജിലുണ്ട്. നമ്മുടെ കോളേജിലാണെങ്കിൽ നല്ല രീതിയിലുള്ള എല്ലാ എക്സ്പോഷറും തരുന്നുണ്ട്. ഈവൻ പ്രാക്ടിക്കൽ ആണെങ്കിലും അതുപോലെ തിയറി ആണെങ്കിലും. സോ നമ്മൾ പഠിക്കേണ്ട സമയത്ത് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അല്ലാത്ത ടൈമിൽ എന്നാൽ നമുക്ക് അത്രയ്ക്ക് നമ്മളെ കംപ്രസ്ഡ് ആക്കി ഇങ്ങനെ സ്ട്രെസ്സാക്കി അങ്ങനെയുള്ള പഠിപ്പിക്കൊന്നുമില്ല. മാംസ് എല്ലാം അത്യാവശ്യം നല്ല അധികം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മാംസാണ്. നമ്മൾ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന മാംസാണ്. എക്സ്പോഷറിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സ്റ്റേണൽ പോസ്റ്റിങ്ങിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതിനെ പറ്റി ചോദിച്ചതിൽ നമുക്ക് ഔട്ട് പോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേരൻറ്റ് ഹോസ്പിറ്റലിലുള്ള പോസ്റ്റിങ്സും ഉണ്ട്. എല്ലാ സെമ്മിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പോഷർ പ്രാക്ടിക്കൽ സൈഡിൽ നമുക്ക് കിട്ടാറുള്ള ക്വസ്റ്റ്യനാണ് റാഗിങ് ഉണ്ടോ എന്ന്. നമ്മുടെ കോളേജിൽ ആൻറ്റി റാഗിങ് സെൽ എന്ന് പറയുന്നൊരു സെല്ല് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇയർ വരുന്ന സ്റ്റുഡൻസിന് മെൻ്റലി ഒരു പ്രഷർ കൊടുക്കാതിരിക്കാനും അതുപോലെ അവർ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ കാണുന്നുണ്ട്. സോ അതിന് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സീനിയേഴ്സ് അവരോട് അധികം കൂട്ടുകൂടില്ല. ദെൻ ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അവരോട് നന്നായിട്ട് മിണ്ടി തുടങ്ങുന്നത്. ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കുറച്ചധികം അഡാപ്റ്റ് ആവുമായിരിക്കും. സോ ഇവിടെ റാഗിങ് ഇല്ല, കംപ്ലീറ്റ്ലി റാഗിങ് ഇവിടെ ബാൻ ചെയ്തേക്കാണ്. ഒരു ആൻറ്റി റാഗിങ് സെല്ലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വന്ന്
ക്വസ്റ്റ്യൻസും എല്ലാവർക്കും അറിയേണ്ടതും പ്രോഗ്രാംസിനെ പറ്റിയിട്ടായിരുന്നു. നാസീനും ഇതിനും നിങ്ങളൊരു കാര്യം ആലോചിക്കുക. പ്രോഗ്രാംസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ കുറേ അധികം വീഡിയോസ് കണ്ടിട്ടൊന്നും ആ കോളേജിലേക്ക് വരാൻ ഞാൻ നോട്ട് ചെയ്യില്ല. ഇതിനെല്ലാം മെയിനായിട്ട് നമുക്ക് വേണ്ടത് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ ഉള്ളൊരു കോളേജ്, എക്സ്പോഷർ കിട്ടുന്ന ഒരു കോളേജാണ്. പ്രോഗ്രാം വൈസ് ഞങ്ങളുടെ കോളേജ് അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പം വന്നത് തൊട്ട് ഇവിടെ 4th ഇയർ വരെ ഞങ്ങളുടെ ബാച്ചിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന അക്കാഡമിക്സിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതുവരെ എൻ്റെ ഇയറിൽ ഞങ്ങൾക്ക് SNA ആയാലും കോളേജ് യൂണിയൻ്റെ ആയാലും എല്ലാമായിട്ട് നല്ല അടിപൊളി പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സ്ട്രെസ് ഫ്രീ ആക്കാനും അതുപോലെ നമുക്കൊരു അക്കാദമിക്സ് കോകരിക്കുലർ അങ്ങനെ രീതിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് കേരളമാണോ അതോ പുറത്തോട്ടാണോ നഴ്സിംഗ് പഠിക്കാൻ നല്ലതെന്ന്. ഓഫ് കോഴ്സ് ഓരോ കോളേജിനും അതിൻ്റേതായ ഓരോരോ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ പുറത്ത് ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ലാംഗ്വേജ് അവർ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകും. കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുന്നതല്ല, എന്നാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും. ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റേതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും കാണും. അപ്പം അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കൊരു ഇഷ്ടം കാണുമല്ലോ, കേരളത്തിൽ പഠിക്കണം പുറത്ത് പഠിക്കണമെന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് വർക്കൗട്ട് ചെയ്യും. ഭയങ്കരമായിട്ട് വന്ന ക്വസ്റ്റ്യനാണ് ഒന്ന്, ഫോണിൻ്റെ യൂസേജ് ഇവിടെ അലൗഡ് ആണോ എന്നൊക്കെ. സോ നമ്മുടെ കോളേജിൽ നിന്ന് ഫോൺ അലൗഡ് അല്ല. അതായത് നമ്മളെല്ലാ സ്റ്റുഡൻസും ഫോണില്ലാതാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ക്ലാസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. ദെൻ ഹോസ്റ്റലിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ടൈം വരെ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ദെൻ ഹോസ്റ്റലിൽ ഫുൾ അറ്റ്മോസ്ഫിയറിനെ പറ്റി ചോദിച്ചായിരുന്നു. നല്ല ഹോസ്റ്റലാണ്, സീരിയസ് ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഹോസ്റ്റലിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലായിരിക്കും. വാർഡൻ ആൻറ്റി ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ്. ഹോസ്റ്റൽ ഫീസ് സ്ട്രക്ചറിനെ പറ്റി പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫീസ് സ്ട്രക്ചർ ഓൾമോസ്റ്റ് എല്ലാ LBS കാറ്റഗറി വരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജസിലെല്ലാം ട്യൂഷൻ ഫീസ് സെയിം ആയിരിക്കും. പിന്നെ അവർക്ക് വരുന്ന ചേഞ്ചസ് മെസ് ഫീ, ഹോസ്റ്റൽ ഫീ, അങ്ങനെ കുറച്ച് ചേഞ്ചസ് ആയിരിക്കും. അത് ഓരോ കോളേജിനും വേറെ ആയിരിക്കും. സോ ആ കോളേജിൽ ചെന്നിട്ട് അതിന് ഫീസ് സ്ട്രക്ചർ ചോദിക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെ വന്നാലും ഫസ്റ്റ് ഇയറിൽ ഒരു 2 lakh അടുപ്പിച്ചോളം വരും. അതായത് നമ്മുടെ യൂണിഫോം ഫീ, ദെൻ ബുക്സ്, അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു 2 lakh അടുപ്പിച്ച് വരും. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും അതിൽ കുറച്ചുകൂടി കുറവായിരിക്കും കാണുന്നത്. ചോദിച്ചിട്ടുണ്ട് ഇൻഡെക്സ് മാർക്ക് എത്ര ഉണ്ടെങ്കിലാണ് ഇവിടേക്ക് കിട്ടുന്നതെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞങ്ങളുടെ ബാച്ചിൽ ഒരു 90 എബോവുള്ള സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ഓരോ ഇയറിലെയും റിസൾട്ട് വരുന്നതിനനുസരിച്ചായിരിക്കും ആ ഒരു പ്രയോറിറ്റി. ഇപ്പം ഈ ഇയറിൽ റിസൾട്ട് വന്ന സമയത്ത് എല്ലാവർക്കും അത്യാവശ്യം, അതായത് കമ്പയർ ടു കഴിഞ്ഞ ഇയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു മാർക്കിൽ കുറവ് കാണുന്നുണ്ട്. സോ ഇൻഡെക്സ് മാർക്ക് എത്ര വരെ റേഞ്ച് വരും നമുക്കറിയില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു റാങ്കിൻ്റെ റേഞ്ച് അനുസരിച്ചായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അതായത് പറയുമ്പം ഈ ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ പറയുമ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യൂ ആണ് പറയുന്നത്. അല്ലാതെ ഞാൻ കോളേജിനെ പറ്റി പൊക്കി പറയുക അല്ലെങ്കിൽ നഴ്സിംഗ് എടുക്കാൻ പോകുന്ന ആൾക്കാരെ ഡിമോട്ടിവേറ്റ് ചെയ്യുകയോ വീഡിയോ അല്ല ഇത്. ഇതിൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അതുപോലെ എൻ്റെ ഈ മൈക്കോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ചുറ്റിനുള്ള സൗണ്ടുകൾ ഭയങ്കരമായിട്ട് ക്യാപ്ചർ ആവുമായിരിക്കും. സോ ഇത്രയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുമ്പം ഞാൻ ഓരോന്നോരോന്ന് വിട്ടു പോകുക പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആക്കാം. പക്ഷെ അധികം ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ പുതിയ ഹോസ്റ്റലിൻ്റെ പണി നടക്കുകയാണ്. പിന്നെ എൻ്റെ മൈക്കില്ല, ചുറ്റും മഴയുടെ ഒരു ക്ലൈമറ്റാണ്, നല്ല രീതിയിലുള്ള ഒച്ചപ്പാടുകളും ബഹളവും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഹോസ്റ്റലായതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഹോസ്റ്റലിൻ്റേതായ എല്ലാ ഒച്ചപ്പാടുകളും ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആകുമെന്ന്. കാരണം അത്രയധികം DMs എനിക്ക് വന്നത് നഴ്സിങ്ങിനെ പറ്റിയും കോളേജിനെ പറ്റിയും റാങ്കിങ്, ഹോസ്റ്റൽ, അങ്ങനെ എല്ലാ കാര്യത്തെ പറ്റിയും. അപ്പോൾ എൻ്റെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാലും മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ്.